ഹലോ ഗൈസ്, ഞങ്ങളിപ്പോഴേ ആഗ്രാകാണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ ന്യൂഡൽഹിക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പം വൈകിട്ട് 6 മണിക്കാണ് ട്രെയിന്. പഞ്ചാബ് മെയിലാണ്. ഇവിടുത്തെ ട്രെയിനുകളൊക്കെ നോർത്തിൽ കടന്ന് ഓടുന്ന ട്രെയിനുകളൊക്കെ വളരെ മോശമാണ്. നമുക്ക് യാതൊരു രക്ഷയില്ലാത്ത ടൈപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ മധുരയിൽ നിന്ന് ആഗ്രയിലോട്ട് വന്ന ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു. അപ്പൊ ഇനി ഇതെന്താന്ന് നമുക്കറിയില്ല. എന്താണെന്നറിയില്ല, വൃത്തിയില്ല, യാതൊരു വൃത്തിയില്ല. ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ടോയ്ലറ്റ് തുറന്നിട്ടില്ല, സൈഡിലൊക്കെ ഒന്ന് മൂത്രമൊഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വൻ പരിപാടികളാകുമാറലെല്ലാം ഇരിക്കുന്നത്. പിന്നെ പാൻപരാവ് ചവച്ച് തുപ്പുക, യാതൊരു വൃത്തിയില്ല എന്നുള്ളതാണ്. ട്രെയിൻ മാത്രമല്ല, റോഡ് സൈഡും അവിടെയൊക്കെ തന്നെ ഇത് തന്നെയാണ് സ്ഥിതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഗവൺമെന്റ് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഈ പാൻപരാവ് അതൊന്നും അടുപ്പിക്കുന്നില്ല അവിടെ ഒന്നും. അപ്പൊ അതുകൊണ്ട് അവിടെ അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അപ്പം നമ്മുടെ പഞ്ചാബിലോട്ട് വന്ന വണ്ടി എത്തി. പറയാം 9:10. ആ ഇനിയിപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മുടെ സീറ്റിൽ ഇച്ചിരൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ 9:10 ആണ്. അവിടെ ഇരിയടാ, അതിൻ്റെ അകത്തോട്ട് കയറ്റ്. അതിടങ്ങാൻ പറ്റും. ഇവരിങ്ങനെ ഇവരുടെ ഒരു പരിപാടി ഇതാണ് കേട്ടോ. നമ്മുടെ സീറ്റാണ്. नाइन 10 हमारा सीट है भाई. हाँ 30 मिनट बाद अगला वो ताकि यहीं तक वो जी जी नहीं हमारा ഞാൻ ഇങ്ങനെ സ്വഭാവമുണ്ട്, ഞാൻ മാറത്തില്ല കേട്ടോ. അതാ എൻ്റെ പ്രശ്നം. ഇനിയിപ്പോൾ 3-3.5 മണിക്കൂർ കഴിഞ്ഞാലല്ല ഇനി എന്തൊക്കെ അംഗം ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അതെ, അപ്പോൾ പഞ്ചോമയിൽ ആഗ്രയിൽ നിന്ന് ന്യൂഡൽഹിക്ക് പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല ട്രെയിനാണ്. ടോയ്ലറ്റുമൊക്കെ നല്ല വൃത്തിയാണ്. ടോട്ടലി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. കഴിഞ്ഞ ദിവസത്തെ മധുരയിൽ നിന്ന് ആഗ്രയിലോട്ട് വന്ന ട്രെയിൻ പോലെയല്ല, ഇത് വളരെ നല്ലൊരു ട്രെയിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വൈകുന്നേരം 6 മണിക്ക് ആഗ്രയിൽ നിന്നും പോകും. 9:30 ആകുമ്പോൾ ന്യൂഡൽഹിയിലെത്തും. കറക്റ്റ് ടൈം തന്നെയാണ് ഈ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് മനസ്സിലൊന്ന് വെച്ചോളൂ കേട്ടോ.